ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 ആണ് BS6 മോഡൽ വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിനോടനുബന്ധിച്ച് നമ്മളൊരു ബാക്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ് ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഹബിനൊന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററും നല്ല ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അഴിച്ചാണ്. നിലവിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റും പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്. വേരിയൻ്റ് ബോഡി ബോസ് ഡ്രൈവർ റോളർ പറഞ്ഞ യൂണിറ്റൊക്കെയാണത്. ക്ലച്ചിൻ്റെ CVT ക്ലച്ചിൻ്റെ മെയിൻ വന്ന പാർട്ടുകളാണ്. അതൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ നമുക്ക് ഈ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് മാറ്റണമെന്നില്ല. നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ബ്രേക്ക് ടൈറ്റ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഈ കാണുന്നത് ഈ തടിച്ചിരിക്കുന്നത് തുരുമ്പ് പോലെ വന്നേനാണ് അത് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ലെങ്കിലും അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും നമുക്ക് മാറ്റിയിട്ട് വന്നേക്കും. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, നല്ല കേബിളാണ്. ബാറ്ററിയും പുതിയ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ. വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.65 റേഞ്ചിൽ വോൾട്ടൊക്കെ കാണിക്കുന്നത്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെയും വീലും കൂടി ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യും. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് കാരണമാണ്. അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ ടയർ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. രണ്ടും നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓട്ടം കുറവാണ് നമുക്ക്. ഇപ്പോൾ കഴിഞ്ഞ സർവീസ് കഴിഞ്ഞിട്ടും നമുക്ക് ഓയിൽ മാറ്റിയിട്ട് ഏകദേശം ഒരു 1000 കിലോമീറ്റർ പോലും ആയിട്ടില്ല ഓയിൽ മാറ്റിയതിന് ശേഷം. അപ്പോൾ നമുക്ക് ഓയിലിപ്പോൾ ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രഷ് ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് കയറ്റിയിടാം. നിലവിൽ പീരിയോഡിക് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ. വേറെ കംപ്ലയിൻസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഓയിൽ നോക്കുമ്പോൾ നല്ല ഓയിലാണ് കാണുന്നത് കേട്ടോ. ഇതാണ് ഓയിലിൻ്റെ കളറിൻ്റെ അവസ്ഥ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒരു കൊട്ടേഷൻ ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഗ്രില്ലിൻ്റെ കേസ് ഉണ്ടല്ലോ. ഈ ഫ്രണ്ടിൽ ഒരു ചെറിയ ജർക്കിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഭാഗത്ത് തന്നെ അതിൻ്റെ ഈ ലെഗ് അടന്നു പോയേക്കാണ് ഇത് മേത്തേട്ടോ. അത് ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യണ സൗണ്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സംഭവം നമുക്കിത് വെൽഡിങ്ങിൽ നടക്കില്ല, കാരണം സ്റ്റീൽ വെൽഡിങ് ആണ്. ഇപ്പോൾ ഇവിടെ നിലവിൽ ആരും ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ ഇല്ല, പുറമെ കൊടുത്ത് ചെയ്യാമെന്ന് വെച്ചാലും സ്റ്റീൽ വെൽഡിങ് ആയതുകൊണ്ട് ആരും ഇവിടെ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാമ്പ് വെച്ചിട്ട് പിടയ്ക്കാത്ത രീതിയിൽ, വൈബ്രേഷൻ കാണിക്കാത്ത രീതിയിലേക്ക് ഒരു ക്ലാമ്പ് വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ജർക്കിങ് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നിലവിൽ അത് മാത്രമാണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് കാണുന്നുള്ളൂ. വേറെ ഒരു പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വണ്ടി ഒരു 5 മണി 6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്കും. 6 മണിക്ക് ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. കഴിഞ്ഞാൽ വിളിക്കാം. ഓക്കെ.